മീഡിയ എങ്ങനെയാണ് ചേച്ചിയുടെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അറിയുന്നത്? ഇപ്പം എന്താ പറയാ, അതിപ്പോ പറയുകയാണെങ്കിൽ മറ്റേ എന്തുവാ, പത്താഴത്തിൽ നെല്ലുണ്ടെങ്കിൽ എവിടെ നിന്നാലും മഞ്ഞേലികൾ ഓടി വരുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആ ഒരു പഴഞ്ചൊല്ലാണ്. സ്വന്തം കാറിൽ സ്വന്തമായിട്ട് ഡോർ അടച്ചുകൊണ്ട് രേണുസുതി ഇതാ പോകുന്നു. പക്ഷേ ഇപ്പം പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ തന്നെ തുടങ്ങിയപ്പം ഈ ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് പേരാണ് പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ കിട്ടിയത്. എന്തുകൊണ്ടാ ഇവിടെ കാണിക്കുന്നതല്ല അതിനകത്ത് വേറെ കാണിക്കുന്നത്? അപ്പൊ ആൾക്കാർ അത് കയറി നോക്കാൻ വേണ്ടി പുള്ളിക്കാരി നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നത്. അപ്പം ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാലും രേണുവിൻ്റെ കുറേ കള്ളങ്ങൾ പൊളിച്ചെടുക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വലിയ ഇഷ്ടം തോന്നിയെന്ന് വരികയല്ലേ പറയുന്ന കാര്യങ്ങളൊക്കെ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തെളിവ് സഹിതമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് നിരത്തുന്നത്. അല്ലാതെ ഞാൻ എൻ്റേതായ ഒരു മാജിക്കായിട്ട് ഞാൻ കാണിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇത് എന്നാന്ന് ചോദിച്ചാൽ രേണു പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നേരത്തെ ഒന്ന് പറയും, അത് കഴിയുമ്പോൾ രേണുവിൻ്റെ കൂടെ ഉള്ളവരും തന്നെയാണ്. രേണുവിൻ്റെ കൂടെ ഉള്ളവരും കൂടാണ് ഈ വെളുപ്പിക്കാൻ ഇറങ്ങിയേക്കുവാണ്. വെളുപ്പിക്കാൻ ഇറങ്ങിയിട്ട് ഈ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ ഇവരെ നേരത്തെ ഒന്ന് കറുപ്പിച്ചായിരുന്നു. ആ കറുപ്പിച്ചതും വെളുപ്പിച്ചതും എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് കാണാമേ. വിഷുവൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചു നീ പടക്കമൊക്കെ പൊട്ടിക്കാനും ഒക്കെ ആയിട്ട് ഇനിയിപ്പോൾ തയ്യാറെടുക്കൊക്കെ ആയിരിക്കും അല്ലേ എല്ലാവരും. ഭയങ്കര ഇന്ന് തലേദിവസം തൊട്ട് എനിക്കൊന്നും ഇല്ല, ഇന്ന് വൈകിട്ടൊക്കെ ആയിട്ട് തോന്നുന്നു പിടിക്കും. ഇവിടെ പക്ഷേ അങ്ങനെ പടക്കം പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെങ്ങളിൽ അങ്ങനെയൊന്നുമില്ല, വലിയ പടക്കം പൊട്ടിയോ കാര്യങ്ങളൊന്നുമില്ല. രാവിലെ കണി നല്ല ഇതായിട്ടൊന്ന് വെക്കും, നമ്മളെ കൂടെ പറ്റുന്ന രീതിയിൽ, അല്ല ഭയങ്കരമായിട്ടല്ല. അമ്പലത്തിൽ തന്നെയാണ് പോയി ഒന്ന് കണി കാണും, പിന്നെ വീടുകളിൽ വെക്കും, എല്ലാവരും വെക്കും. പിന്നെ അമ്പലത്തിൽ പോയി രാവിലെ ഒന്ന് തൊഴുത് വന്ന് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ സദ്യ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, ഇല്ല അങ്ങനെ ഒരു ഇതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വലിയ ഇതായിട്ട് ആഘോഷിക്കുന്നതിന് ഇവിടെ അപൂർവങ്ങളിലേ ഉള്ളൂ. പിന്നെ ചിലയിടത്തൊക്കെ വിരുന്നുകാരും ഒക്കെ വന്ന് എല്ലാവരും അതിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. എന്നാലും നമ്മുടെ വീഡിയോ കാണാൻ ആരും മറക്കരുത്. അപ്പം അതിനൊരു കാര്യം പറയണം, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നൊപ്പം തന്നെ ഹൈപ്പും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ഇടുക. അപ്പം നമുക്ക് രേണുവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് രേണുവിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊരു സൈഡിലോട്ട് മാറി നിന്നുകൊള്ളുക, ബാക്കിയുള്ളവർ ആ ക്യൂവിലോട്ട് നിന്ന് കണ്ടുവച്ച് പൊക്കോട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ RJ ലച്ചു രേണുവിനെ അങ്ങ് വെളുപ്പിക്കാൻ ഇപ്പോൾ 2 ദിവസമായിക്കൊണ്ട് കുറേ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട്. ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഇട്ടായിരുന്നു, അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ തെളിവ് സഹിതം കാണിച്ചായിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ഇവർ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇതുവരെ ഈ കിച്ചുവിൻ്റെ വിഷയം ഇവർ വിട്ടിട്ടില്ലെന്നുള്ളതാണ്. ഇതുവരെയായിട്ട് ആ ഒരു വിഷയം വിട്ടിട്ടില്ല. അത് എനിക്കൊന്ന് രേണുവിന് പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോഴും പിന്നെ ആരെങ്കിലുമൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴും ഉടനെ ഇവരെ ഏതെങ്കിലും ഒരു മീഡിയയ്ക്ക് മുന്നിൽ അവരോട് പറയും കിച്ചുവിനെ പറ്റി എന്നിലൊന്ന് ചോദിച്ചേക്കാൻ പറയും. അങ്ങനെ ചോദിച്ച് ആണ് ഇവർ ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ കിച്ചുവിൻ്റെ കാര്യം പറഞ്ഞു വരുന്ന ഇവർ തന്നെ പറയുന്നു പൊക്കോളം പറഞ്ഞാൽ പോകും, ആ വീട്ടിൽ നിൽക്കുക, അങ്ങനെ പൊക്കോളം പറഞ്ഞാൽ പൊക്കോ, ഞാൻ പിന്നെ കൂട്ടിക്കൊണ്ടാണ് നിൽക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് രേണുവിന് സത്യം പറഞ്ഞാൽ നാണമില്ലെന്ന് തന്നെ ഓർക്കുന്നത്. അത് അവനും കൂടെ അവകാശപ്പെട്ട വീടല്ലേ കിച്ചുവിനും കൂടെ. പിന്നെ ഇനി ഋതപ്പം വലുതായി കഴിയുമ്പോൾ ഋതപ്പം നോക്കുമെന്നും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതിന് മുമ്പ് രേണു ഈ ഒരു ഡയലോഗ് അടിച്ചതാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ നമ്മളെ ആരെങ്കിലുമൊക്കെ നോക്കാൻ കാണും. പിന്നെ ചില മക്കളൊക്കെ എത്ര അമ്മമാർ വളർത്തിയാലും നോക്കിയാലും ചെയ്യല, അതിൻ്റെ അവരുടെ തലമുറയും അടുത്ത് വരുത്തൊരു തലമുറയും അനുഭവിച്ചോളും. അവരും അവരുടെ തലമുറയും അനുഭവിച്ചോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ. എനിക്കൊന്നും ഈ രേണു ഈ പെയ്ഡ് സബ്സ്ക്രൈബിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ തൊട്ടാണ് തോന്നി ഇത് ഇത്രയും ഒരു പബ്ലിക്കിലേക്ക് ഇത് ഈ ഒരു സ്പ്രെഡായത്, ഈ ഒരു കാര്യം എല്ലാ മനുഷ്യരിലേക്കും ചെന്ന് എത്തിയത്. ഞാൻ പറയുന്നത് ഓരോ കുട്ടികളും ആരാണെങ്കിലും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത്രയും ലക്ഷങ്ങൾ കിട്ടുന്നതെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഈ ലക്ഷങ്ങൾ കിട്ടി കാണുമ്പോഴത്തേക്ക് കണ്ണും മഞ്ഞളിച്ചിരിക്കും. നാളെ നമ്മുടെ മക്കൾക്കും അടുത്തൊരു ജീവിതമുണ്ടെന്ന് വിചാരിക്കണം. അടുത്തൊരു ജീവിതമുണ്ട്, ആ ഒരു നാണക്കേടും കാര്യങ്ങളും ഒക്കെ അതൊക്കെ പിന്നീട് ചിന്തിച്ചിട്ട് കാര്യമില്ല. അയ്യോ അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ RJ ലച്ചുവിൻ്റെ വെളുപ്പിക്കലൊന്ന് നോക്കാവേ. അതൊരു 1.5 വെളുപ്പിക്കലാണ്, തെളിവ് സഹിതം ഓരോന്നും കാണിച്ചു തരാം. മീഡിയ എങ്ങനെയാണ് ചേച്ചിയുടെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അറിയുന്നത്? ഇപ്പം എന്താ പറയാ, അതിപ്പോ പറയുകയാണെങ്കിൽ മറ്റേ എന്തുവാ, പത്താഴത്തിൽ നെല്ലുണ്ടെങ്കിൽ എവിടെ നിന്നാലും മഞ്ഞേലികൾ ഓടി വരുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആ ഒരു പഴഞ്ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാനിത് തമാശ രീതി പറഞ്ഞാണ്. എന്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും ഓൺലൈൻ മീഡിയാസ്, എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും, എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും എന്തായാലും നമ്മൾ പോസ്റ്റ് ഇടാറുണ്ട്, കൊളാബ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇനോഗ്രേഷൻ ആണ് പോസ്റ്റ് ഇടാറുണ്ട്, അതിനകത്ത് അവരുടെ നമ്പർ ഉണ്ട്. ഏതാ ഇപ്പൊ ഏത് ഷോപ്പാണ് അതിന്റെ ഉടമയുടെ നമ്പർ. അപ്പൊ ഇവർക്ക് എന്തായാലും ഈ ഓൺലൈൻ മീഡിയാസ് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യും. പിന്നെ ആൽബങ്ങൾ ഈ ഓൺലൈൻ മീഡിയാസ് വരുന്നത് രേണുസുതി വിളിച്ച് വരുത്തുന്നല്ല, ഇതിന്റെ ഡയറക്ടേഴ്സ് അവരുമായിട്ട് നേരെ കോൺടാക്ട് ചെയ്യും. ഈ ഒരു കേസിൽ എനിക്കും പറയാനുള്ളത്, ഞാൻ എന്റെ 2-3 വർക്കിന്റെ ഡയറക്ടറാണ് ഞാൻ. അപ്പം എന്റെ വർക്കിനകത്ത് സോഷ്യൽ മീഡിയനെ വിളിച്ചു വരുത്തിയത്, അതായത് ചേച്ചിനെ ബേസ് ചെയ്ത് പോകുന്ന ഓൺലൈൻ മീഡിയാസ് ആണ് അവർ. അപ്പൊ സ്വാഭാവികം ചേച്ചിയുടെ വർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി വരും. കാര്യങ്ങൾ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ലൊക്കേഷൻ കൊടുക്കും. ഡയറക്ടറുടെ സമ്മതപ്രകാരമാണോ സോഷ്യൽ മീഡിയ അവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. പക്ഷെങ്കിൽ അവർ പൈസ എടുക്കുന്ന കാര്യങ്ങൾ അത് അവരുടെ ഇഷ്ടമാണ്, അത് സെലിബ്രിറ്റികളുടെ അവരെ ഓഫീസിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഇഷ്ടമാണ്. അതിൽ ഡയറക്ടർക്ക് ഇതില്ല. പക്ഷേ അതിന് ഈ മീഡിയക്കാരെ വിളിക്കുന്നതിന് പ്രൊമോഷൻ വേണ്ടിയിട്ടാണ്. ഈ ലാസ്റ്റ് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് ലച്ചു, ഈ അവിടെ ഈ മീഡിയക്കാർ വരുന്ന കാര്യമാണ് ഇവർ ഇത് ചർച്ച ചെയ്ത് ഒത്തിരി പേര് ഇവർ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഈ ഒരു മീഡിയക്കാരുടെ കാര്യം പറഞ്ഞ് ഇപ്പോഴും ഇവരുടെ കമൻറ്റ് വരുന്ന ഒരുപാടുണ്ട്. ഇവന്മാരാണ് ഈ രേണുവിനെ നശിപ്പിക്കുന്നത്, ഇവരാണ് ഈ രേണുവിനെ അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ പുള്ളിക്കാരി തമാശ രീതി പറഞ്ഞാണ്
പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ പന്നിയെലി എവിടെ നിന്നാണെങ്കിലും വന്നിരിക്കുന്നത്. എലി വരുമെന്നേ ഞാൻ കേട്ടിട്ടുള്ളൂ. പന്നിയെലി എന്നൊക്കെ പോകുമാരെ മീഡിയക്കാർ എന്നിട്ട് തമാശ അഹഹഹ ഞങ്ങളങ്ങ് ചിരിച്ചു. തമാശ കേട്ട് ഭയങ്കര തമാശയായിരുന്നു. പുള്ളിയുടെ തമാശയൊക്കെ ഇതൊക്കെയാണ്. അന്നേരത്തേക്ക് ആ ഒരു കാര്യം മീഡിയക്കാർ വരുന്ന കാര്യമാണ് പറയുന്നത്. ഈ മീഡിയക്കാർ വരുന്നൊരു കാര്യം കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഞാൻ വോയിസ് സഹിതം ഇട്ടായിരുന്നു. രേണു തന്നെ ആ ഒരു അങ്ങേരും അത്ര നല്ല ക്ലിയർ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങേരി ഇവരെ വെച്ച് മുതലാക്കാൻ നോക്കിയതാണ്. എന്നാണേലും നമ്മൾ ഈ പൊട്ടനെ ചട്ടം ചതിച്ച് ചട്ടനെ ദൈവം ചതിക്കുമെന്ന് പറഞ്ഞ മാതിരി ആയിപ്പോയത്. പുള്ളി രേണുവിനെ വെച്ചൊന്ന് മുതലാക്കാൻ നോക്കി. ആ പുള്ളിക്കിട്ട് ദൈവം ഒരു പണി വെച്ച് കൊടുത്തു. അത്രേ ഉള്ളൂ. അതാണ് അവിടെ സംഭവിച്ചത്. എന്നിട്ട് പുള്ളി ഒരു വോയിസ് ഇട്ടുണ്ടായിരുന്നു. രേണു പറയുന്നത് മീഡിയക്കാരെ വിളിക്കണം, ഇന്ന ആൾക്കാരെ വിളിക്കണം, ഇന്ന പോലെ വിളിക്കണം, ഇവരൊക്കെ എൻ്റെ പുറകെ വരുന്നതെന്നൊക്കെ പറഞ്ഞ് ആ വോയിസ് തന്നെ വ്യക്തമായിട്ട് ഇപ്പോഴും എൻ്റെ വീഡിയോ കിടപ്പുണ്ട്. 2 ദിവസം മുമ്പ് ഇട്ടൊരു വീഡിയോയിലാണ്. അപ്പം അതിൽ വെച്ച് പറയുന്നത് ഈ മീഡിയക്കാരൊന്നും ഇവരാരും വിളിച്ചിട്ടും വരുന്നതല്ല, ഇവരാരും പറഞ്ഞിട്ടും വരുന്നതല്ല. ഡയറക്ടറോട് വിളിച്ച് ചോദിക്കുമ്പോൾ ഇന്നടുത്താണ് വർക്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ പറഞ്ഞ് വെളുപ്പിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇവർ എന്നതോ കാര്യം. അതെനിക്ക് തോന്നുന്നത് അതിവിടെ നടക്കുന്ന ബാക്കി സംഭവങ്ങളൊന്നും ഈ ഡയറക്ടറുടെ അനുഭവത്തോടു കൂടിയല്ല, നേരെ എതിരെ നിൽക്കുന്ന ആളുടെ സംഭവത്തോടു കൂടിയാണെന്നാണ് ലച്ചു പറയുന്നത്. ഇതേ കാര്യം തന്നെ ലച്ചു പറഞ്ഞിട്ടുണ്ട്. ഷൂട്ട് കഴിഞ്ഞ് ഇവരവിടെ കിടന്ന് കഴിഞ്ഞാടുമായിരുന്നു ലച്ചു പറഞ്ഞിട്ടുണ്ട്. ദാസപ്പനും പിന്നെ പ്രജീഷും പിന്നെന്തുവാ അക്ഷയും കൂടി രേണുവിനെ പൊക്കിയെടുക്കുന്നു, കറക്കുന്നു, വാരുന്നു. അത് പിന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കൈ കിടന്ന് ഇങ്ങനെ കുന്തളിക്കാനായിട്ട്. എവിടെ ചെന്നാലും പറയാം എന്നെ ഒന്ന് പൊക്കിയെടുക്കുക, എന്നെ ഒന്ന് എടുക്കുക എന്ന് പറഞ്ഞിങ്ങനെ നടക്കും. എനിക്കൊന്ന് കുഞ്ഞിലെ ആരും എടുത്തുകൊണ്ട് നടന്നിട്ടില്ലെന്ന് തോന്നുന്നു. ആ ഒരു കൊതി തീർക്കുന്നതായിരിക്കും. ഇപ്പോൾ വലുതായപ്പോഴായിരിക്കും ആ സങ്കടം തീർക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് കേൾക്കാം. ലച്ചു പറഞ്ഞൊരു കാര്യമാണ്. ലച്ചു ഇത് പറഞ്ഞു. ലച്ചുവിൻ്റെ ഒക്കെ ഇതിനകത്ത് നമുക്ക് ആ ഒരു കള്ള് ഷാപ്പും കള്ളിപ്പെണ്ണും അങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയായിരുന്നല്ലോ. ആ വീഡിയോക്കകത്ത് ഭയങ്കര നെഗറ്റീവ് ആയിപ്പോയത്. ഭയങ്കര നെഗറ്റീവ്. അന്ന് ഭയങ്കര മോശമായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ആർജൻ ലച്ചു വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിനകത്ത് കാണിച്ചേക്കുന്ന സംഭവങ്ങളൊന്നും എൻ്റെ അനുഭവത്തോടു കൂടിയല്ല, അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. വീഡിയോയിൽ അങ്ങനെ ഒരു ഷൂട്ടിന് അതിൻ്റെ ഒരു ആവശ്യം അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാമേ. രേണു മീഡിയക്കാരെ വിളിച്ച് വരുത്തുന്നില്ലെന്നാണ് ഇപ്പോൾ രേണു ലച്ചും കൂടി ഇരുന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കി നമുക്കൊന്ന് കേൾക്കാം. അതിൻ്റെ ബാക്കിയായിട്ടല്ല, ഇതിൽ കുറച്ച് നാൾ മുമ്പ് നടന്നൊരു സംഭവം നമുക്കൊന്ന് കേൾക്കാം. പിന്നെ ആൽബം ആണ് എന്നുള്ള രീതിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. നോർമലി ഇവരുടെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട് ഇവർ കുറച്ച് മീഡിയക്കാരെ ഇവരുടെ നായിക വിളിച്ചു വരുത്തിയ പ്രകാരം ആ പിന്നെ വിഷ്വൽസ് പുറത്തു വന്നതാണ്. ശരിക്കും അവരുടെ ആൽബത്തിലെ അല്ല അത്. കേട്ടല്ലോ, ഒന്നും കൂടെ കേൾക്കണോ നിങ്ങൾക്കത്? ഒന്നും കൂടെ കേൾക്കാം നമുക്കൊന്ന്. അങ്ങനെയല്ല. നോർമലി ഇവരുടെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട് ഇവർ കുറച്ച് മീഡിയക്കാരെ ഇവരുടെ നായിക വിളിച്ചു വരുത്തിയ ഇവരുടെ നായിക ആരായിരുന്നു? രേണു ആയിരുന്നില്ലേ? ആ കള്ളുഷാപ്പിലെ ആ ഒരു വീഡിയോയുടെ കാര്യമാണ്, ആ ഒരു ആൽബത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിനകത്ത് നായിക ആരായിരുന്നു? രേണുവാണ്. നായിക വിളിച്ച് ഇത് തന്നെയാണ് ദാസപ്പനോടൊപ്പം അവർ തന്നെ വന്നതല്ല, മീഡിയക്കാരെ വിളിച്ച് വരുത്തിയതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത്രയും വ്യക്തമായിട്ട് പറയുന്നിടത്ത് ഇപ്പോൾ ഈ വെളുപ്പിക്കലും കൊണ്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? രേണു മാത്രമല്ല, രേണുവിനെ വിളിപ്പിക്കാൻ നോക്കാൻ മൊത്തം മണ്ടന്മാരും പൊട്ടന്മാരും മാത്രമാണ്. അത് നമുക്ക് വെച്ചാൽ ഈ ഓരോ കാര്യങ്ങൾ ഇവർക്ക് വിചാരമുണ്ട് ഇതൊക്കെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആരും എടുക്കുകയില്ല, ഇതൊക്കെ മറന്നു പോകും ജനങ്ങൾ കുറേ. പക്ഷെ ഒരിക്കലും മറക്കില്ല. ഇവർ കാണിക്കുന്ന എല്ലാ കോലം കെട്ടുകളും എല്ലാം ഇങ്ങനെ കിടക്കും. കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്യാൻ പോയതിന് ശേഷം രേണു അവിടെ കണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലും അങ്ങോട്ട് ആരുടെ കാണാൻ പോയായിരുന്നു. പിടിക്ക് കോളേജിൽ അങ്ങോട്ട് ഇവർ അടുത്തുള്ള രേണു അതും കൃത്യതയില്ല. ലേഡി അടുത്തുള്ള ചേട്ടത്തിയോടെ ചോദിക്കുന്നത് കാണാൻ പോയ ആൾ, നമ്മളിപ്പോൾ ഒരാളെ കാണാൻ പോയാൽ നമ്മൾ പറയും എൻ്റെ അടുത്തുള്ളൊരു ചേച്ചിക്ക് സുഖമല്ല, ചേച്ചി കാണാൻ ഞാൻ ഉടൻ വരെ വന്നതാണ്. അന്നേരത്തേക്ക് ചേട്ടത്തിയോട് ചോദിക്കുക അടുത്തുള്ളതല്ലേന്ന്. അതുപോലും അറിയാൻ മേലാതാണോ പോയി കാണാൻ പോയത്? എന്നാലും നമുക്കൊന്ന് കേൾക്കാം. എന്താണ് ഇവിടെ? എന്താണ് ഇവിടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലില് നമ്മുടെ ഒരു ചേച്ചിയുണ്ട്, അടുത്തുള്ള ചേച്ചിയുടെ ചേച്ചിയുടെ കാണാൻ, ചേച്ചിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട്, ചേച്ചിയുടെ കാണാൻ വന്നോ? ഓക്കെ ഓക്കെ. സാധാരണക്കാരെ പോലെ ആൾക്കാരോട് വേണ്ടുന്ന രേണു സുധി. ഈ ഒരു ഡയലോഗ് നിങ്ങൾ കേട്ടോ? സാധാരണക്കാരെ പോലെ ആൾക്കാരോട് മിണ്ടുന്ന രേണുസുതി. ഈ രേണുസുതി അപ്പോൾ ഇത് ആരാണ്? അത് നിങ്ങളൊന്ന് പറഞ്ഞത്. ഈ സാധാരണക്കാരെ പോലെ എന്ന് പറയുന്ന നിങ്ങൾ ഈ രേണുസുതി ആരാന്നൊന്ന് പറഞ്ഞു തരുമോ? ഈ മാതിരി പുകഴ്ത്തലൊക്കെ രേണു ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. രേണു ശരിക്കും ആസ്വദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക്. സാധാരണക്കാരെ പോലുള്ളൊരു രേണുസുതി എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ സാധാരണക്കാരെ പോലെ രേണുസുതി നടന്നു വരുന്നു. ബാക്കിയുള്ളവരൊക്കെ തന്നെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ചാക്കിനകത്ത് കയറുന്ന തവളച്ചാട്ടം ചാടിയാണ് ഇറങ്ങി വരുന്നത്. എന്നാ മോണ വർത്തമാനമൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്കൊക്കെ ഇവരുടെ ഈ രേണുവിനെ കൂടി നമ്മളങ്ങനെ വെറുക്കുന്ന അങ്ങനെയാണ് ഈ മീഡിയക്കാരെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഒരു കാര്യം എടുത്തിട്ട് കൊടുക്കുന്ന ആരാ നിങ്ങൾക്കറിയാം? ഇതിൻ്റെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം പറയുമ്പോൾ ഇതിൻ്റെ കമൻറ്റ് ഞാൻ വായിച്ചതിന് ശേഷം അത് കാണിക്കാം. എല്ലാം സാധാരണക്കാരെ പോലെ വാരി തിന്നുന്നു, സാധാരണക്കാരെ പോലെ നോക്കുന്നു, സാധാരണക്കാരെ പോലെ ഇരിക്കുന്നു, എന്നതൊക്കെയാണ് പറയുന്നത്. ഇവർ പിന്നെ ആരാണ്? ഇവർ സാധാരണക്കാരിയല്ലേ? ഇവരൊരു മനുഷ്യനാണോ? പുള്ളിക്കാരി തന്നെ പറയാറുണ്ട്, ഞാനൊരു സാധാരണക്കാരിയാണ്, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ഹൃദയമുണ്ട്, മറ്റതുണ്ട്, മാങ്ങാത്തലിയുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഇവരെടുത്ത് ഇത് ഒരു പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സംസാരിക്കാതെ, ഇതെനിക്ക് ഒരുപാട് നെഗറ്റീവ് തരും. നിങ്ങൾ വീഡിയോ എടുത്ത് എന്നോട് ചോദിക്കാനുള്ള ചോദിച്ചു ഞാൻ പറയാം. പക്ഷേ നിങ്ങൾ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. എനിക്ക് തന്നെ നാണക്കേടാവുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു ലോക
ഒരു വിട്ടിയാണ് ഇവർക്ക് ഒരു വിട്ടിത്തം പിടിച്ചൊരു സ്ത്രീയാണ് ഇവരുടെ വിചാരം ഇവരെ പുകഴ്ത്തുവന്നല്ല ഇവരെ പറ്റി അതിൻ്റെ ഭയങ്കര മഹത്വമായ ഒരു കാര്യം പറയാമെന്ന് ഇവർ വിചാരിക്കുന്നത്. ഇവരത് ഒരു പുകഴ്ത്തൽ മാതിരി കേട്ട് ഇവരത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇവരൊന്നും കൂടെ ഞെളിയും, ഞാൻ എന്തൊക്കെ സംഭവമാണ്, എനിക്കിപ്പോൾ ഈ മെഡിക്കൽ കോളേജ് എടുത്ത് എൻ്റെ തലയിൽ വെക്കാനുള്ളൊരു കപ്പാസിറ്റിയൊക്കെ എനിക്കുണ്ട് എന്നുള്ളൊരു ഈ തവള ലോറി വരുമ്പോഴത്തേക്ക് ഈ ലോറിയെ തടഞ്ഞു നിർത്തുമെന്ന് പറയുന്ന മാതിരിയുള്ളൊരു ഫീലാണ് പുള്ളിക്കാരിക്ക് അതിനുള്ളത്. ഈ പാണ്ടിലോറി വരുമ്പോഴത്തേക്ക് തവള ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കത്തില്ല, ആ ഒരു ഭാവമായിട്ടാണ് എനിക്കത് തോന്നുന്നത് രേണുവിൻ്റെ നിപ്പം കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക്. ഒരു വീഡിയോക്കകത്ത് ഇങ്ങനെ വന്നിട്ട് ഒരു കമന്റ് ഉണ്ട്. ആ കമന്റ് ഇങ്ങനെയുള്ള കുറേ മൂടുതാങ്ങികളുണ്ട്. ഇവർ എങ്ങനെ വന്നാലും രേണു കാണിക്കുന്ന കോലങ്ങൾ ഒരിക്കലും ഇവർ കാണുകയില്ല, ഇവരുടെ കണ്ണിൽ അതൊരിക്കലും പെടുകയില്ല. ഇവർക്ക് എന്നിട്ട് മറ്റുള്ളവർ എവിടെയെങ്കിലും ആരും തലയിൽ ഈ പഴി ചാരി കഴിഞ്ഞാൽ ഇവർക്കൊരു സമാധാനമാകത്തുള്ളൂ. അപ്പോൾ ഒരു കമന്റ് വന്നേക്കുന്നതാണ്, രേണുസുതി സാധാരണക്കാരിയല്ലേ, രാഷ്ട്രപതിയുടെ കൊച്ചുമോളാണോ, ഒരു തൊഴിലും ഇല്ലാതെ ജന്തുക്കൾ ഇറങ്ങിക്കോളും, ആ പെണ്ണിൻ്റെ പുറകെ മണപ്പിച്ച് നടക്കാൻ നാണമില്ലേ നിനക്കൊക്കെ, നാളെ പോയി അവൾ ബാക്കി നാളെ പോയി അവർ ഇടുന്നതും കൂടെ ഒന്ന് നോക്കാനെന്ന്. എങ്ങനെയാണ് സാധാരണക്കാർ ഇടുന്നത് പോലെയാണോ അതോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കണം, എന്തെങ്കിലും ഒരു ജോലി നിനക്കൊക്കെ വേണമല്ലോ, ഇതാണ് കൊടുത്തേക്കുന്ന കമന്റ്. അപ്പോൾ അവർ ആ ചോദിച്ചതിൻ്റെയാണ് സാധാരണക്കാരിയെ പോലെ ആണല്ലോ എന്ന് പറഞ്ഞ അവർ പറഞ്ഞ വാക്കിനാണ് ഈ വന്നിരിക്കുന്ന ഒരു കമന്റ്. നമുക്ക് ഇതിനകത്ത് വേറൊരു കാര്യം കാണാവേ. ഈ ഒരു കാര്യങ്ങളിട്ട് ഇത് ഒരുപാട് തവണ ഞാൻ കേട്ടിട്ടുണ്ട് ഈ രേണുവിൻ്റെ വായും തന്നെ. എവിടെയെങ്കിലും ഷൂട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ നിലത്ത് എവിടെയെങ്കിലും ഇങ്ങനെ സാധാരണക്കാരിയെ പോലെ രേണു കിടക്കുന്നു, സാധാരണക്കാരിയെ പോലെ രേണു ഫുഡ് കഴിക്കുന്നു. രേണുവിൻ്റെ വായും തന്നെയാണ് ഇവർക്ക് ക്യാപ്ഷൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഇന്ന പോലെ ചെയ്യണമെന്നുള്ളത്. ഇത് ഇച്ചിരി മുന്നേ ഉള്ളൊരു വീഡിയോ ആണ്. ഇത് ഇവർ ഇട്ട് കൊടുത്താണ് ഈ മീഡിയക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. സ്വന്തമായിട്ട് ഡോർ അടച്ചുകൊണ്ട് രേണുസുതി ഇതാ പോകുന്നു. പ്രേക്ഷകരോട് ഒത്തിരി സന്തോഷം. പ്രേക്ഷകരോട് പറഞ്ഞിട്ട് ഇനി വയറ് കണ്ടിട്ട് അങ്ങനെ പ്രേക്ഷകരോട് ഒത്തിരി സന്തോഷം. വീഴല്ലേ കേട്ടല്ലോ, രേണുസുതി സ്വന്തം കാറിൽ സ്വന്തമായിട്ട് ഡോർ അടച്ചത്. ബാക്കിയുള്ളവർക്കൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി വരുമോ ഡോർ അടച്ചറായിട്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരുമോ ഡോർ അടച്ചറായിട്ട്? എനിക്കറിയാമല്ലോ ഈ പെണ്ണുമ്പിള്ളി ഇത്രയും എന്ന് വെച്ചാൽ ഈ അല്പം പദവി കിട്ടിയാൽ അർദ്ധരാത്രി കുട കുടിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സീമ ചേച്ചിയുടെ ഇതിനകത്ത് സീമ ചേച്ചി പറഞ്ഞതേ ഉള്ളൂ. അത് തന്നെയാണ് ഇവരുടെ കാര്യത്തിൽ. ഇവരിതൊക്കെ ആദ്യമായിട്ടാണ് ഇവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് ആദവും പൂതിയില്ലാതെ ഇവർ കിടന്നങ്ങ് ഇളകുവാണ്. അതാണ് ഈ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് സാധാരണക്കാരിയെ പോലെ വന്ന് നാണമുണ്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ മൂടുതാങ്ങികൾ ഇതൊന്ന് കേൾക്കുക. ഇതൊക്കെ തന്നെയാണ് ഈ മീഡിയക്കാർ വീണ്ടും എടുത്ത് ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് സ്വന്തമായിട്ട് ഇട്ടെടുക്കുന്നത് ഒന്നുമല്ല. പുള്ളിക്കാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവർ പറയുന്ന കാര്യം കൂടെ നോക്കാം. പ്രിയങ്ക പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രിയങ്ക പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രിയങ്ക എന്ന് പറയുന്ന ആൾ. അവരെങ്ങനെയും ജീവിച്ചു പോട്ടെ, അവരെന്തിനെല്ലാവരും ഞാൻ ഇതിന് മുന്നേ ഇവർക്ക് ഒരുപാട് അന്ന് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നില്ല, എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. പക്ഷേ ഞാൻ അന്നേരം എല്ലാം പറയുമായിരുന്നു, അവർ ജീവിച്ചു പോട്ടെ, അവർ സാധാരണക്കാരി, അവർ പോട്ടെ, അവർക്ക് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടേ, അവരുടെ കാര്യങ്ങൾ ചെയ്യണ്ടേ എന്നും പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് തവണ ഞാനിങ്ങനെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ അവർ ആ വീടിൻ്റെ കാര്യവും അതിനെതിരെ വരുന്ന ഓരോ തോന്നിവാസ വർത്തമാനങ്ങളും വന്നുവെന്നാണ് ഇവർക്കെതിരെ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. എന്നിട്ടും ഞാൻ ഇവരൊന്നും പറയത്തില്ല. പിന്നെ എനിക്ക് തന്നെ തോന്നി നമ്മളൊരു പൊട്ടരാക്കുവാണ് ഇവർക്ക് കാണിക്കുന്ന തോന്നിവാസങ്ങൾ കാണിക്കുന്നത്. ഇവരെ നമ്മളൊരു പരിധി വിട്ട് സപ്പോർട്ട് ചെയ്ത് നമുക്ക് തന്നെ നാണക്കേടാൻ തോന്നിയപ്പോഴാണ് ഞാൻ ഇവർക്കെതിരെ ഇത്രയും ശക്തമായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇനി നമുക്ക് പ്രിയങ്ക പറയുന്ന കാര്യം കേൾക്കാമേ. നമ്മളങ്ങനെ ഇപ്പം ഒരു ക്യാമറയോ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുവട്ടുള്ള ആൾക്കാരെയോ പേടിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങൾ സാധിക്കാൻ പറ്റുമോ? ഇത് ഞാൻ പേടിച്ച് ജീവിക്കാനല്ല പറഞ്ഞത്, കുറച്ച് സമൂഹത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിൽ വരുമ്പോൾ നമുക്ക് കംഫർട്ട് ആവാത്ത ഡ്രസ്സുകൾ ഇടാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് പോസിറ്റീവ് കമന്റ് വരിക. നിങ്ങൾ ഒന്നിലെ ആ കമന്റ് വായിക്കുക. ഇപ്പൊ ഞാനൊരു ഡ്രസ്സ് ഇട്ട് പോയി, ഒരു കമന്റിനോട് അനുവദിച്ചല്ല നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ എന്താ കുഴപ്പം? കാരണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള സമൂഹങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത്? അല്ല ഇടുന്നോണ്ട് ഞാൻ പറഞ്ഞു, ഇടുന്നോണ്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ ശരീരത്തിൽ ചേരുന്ന ഏത് ഡ്രസ്സ് നമുക്ക് ഇടാം, നമ്മുടെ അവകാശമാണ് അത് ഇടാന്നുള്ളത്. ഞാൻ നിങ്ങളെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല, എനിക്കിടാൻ പറ്റില്ല, ഞാൻ ഇടുന്നത് ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നാളെ എന്നോട് ഒരു ചെറിയ ഷോർട്സ് മെലിഞ്ഞിട്ട് അഭിനയിക്കാം, എനിക്ക് ഇത്ര കോടി രൂപ തരാമെന്ന് ഞാൻ അഭിനയിക്കില്ല. എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, പക്ഷേ അങ്ങനത്തെ റിസൾട്ട് അഭിനയിക്കാൻ ഞാൻ മുതിരില്ല. ഇവരെ പോലുള്ളവരൊക്കെ ഇങ്ങനെയുള്ളവന്മാരൊക്കെ കണ്ണാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അവൾ ചോദിച്ച് സമൂഹത്തെ എന്നതിന് നമ്മൾ സമൂഹത്തെ പേടിക്കുന്നതിന് ചെയ്യണം. പിന്നെ എന്നത്തിനാണ് നമ്മൾ ഈ മോഷ്ടിക്കുന്നവർക്കെന്ന സമൂഹത്തെ പേടിയില്ലെങ്കിൽ അവർ പട്ടാപ്പകൽ കയറി എടുത്തോട്ട് പോയാൽ പോരെ, അതായത് നിങ്ങളുടെ വീട്ടിൽ കയറി ഞാൻ അത് സമൂഹത്തെ പേടിയുള്ളതുകൊണ്ടാണ്. അത് ചെയ്യുന്നത് തെറ്റാന്ന് പറയുന്നുണ്ട്. ഇപ്പോഴുള്ള മിക്കവാറും ഡയലോഗാണ്, എന്നതിനാണ് സമൂഹത്തെ പേടിക്കുന്നത്. സമൂഹം പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാം, ഇല്ലെന്നല്ല, അത് മാന്യമായിട്ട് ജീവിക്കാമെന്നാണ് പറയുന്നത്. അല്ലാതെ തുണിയില്ലാതെ നടക്കുന്നതിനല്ല. സമൂഹത്തെ പേടിക്കാതെ എന്നതിനാണ് സമൂഹത്തെ പേടിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ മേലെ. പണ്ടൊക്കെ
ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഈ ഇച്ചിരി നല്ല ലുക്കിൽ വരുന്നവരെ പറയും മോഡേൺ ആണല്ലോ എന്ന് പറയും. കാര്യം വെച്ചാൽ നല്ല ഇച്ചിരി വില കൂടി സാരിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ നല്ല രീതിക്ക് അത് വൾഗറായിട്ട് ഡ്രസ്സ് ധരിക്കുന്നതിനല്ലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് മോഡേൺ എന്നുള്ളത്. ഇച്ചിരി ഫാഷനായിട്ട് ബ്ലൗസൊക്കെ തയ്ച്ച് എന്നും പറഞ്ഞിട്ട് അവിടെ ഇവിടെ കാണിച്ച് തയ്ക്കുന്നതിനല്ല, ഇച്ചിരി ഭംഗി ഇച്ചിരി ഒരു വർക്കൊക്കെ അതിലൊന്ന് ചെയ്ത് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ നല്ലൊരു ജീൻസ് ഷർട്ടും ഒക്കെ ഇട്ട് മാന്യമായിട്ട്, അല്ലാതെ അവിടെ ഇവിടെ തുറന്നിട്ടുകൊണ്ട് വരുന്ന കാര്യമല്ല പറയുന്നത്. അങ്ങനെ വരുന്നവരെ മോഡേൺ ഡ്രസ്സിലെന്ന് എല്ലാവരും പണ്ടൊക്കെ പറയുമായിരുന്നു. ആ മോഡേൺ പറഞ്ഞ് ഇപ്പോൾ തുണിയില്ല നടക്കുന്നതിനാണ് മോഡേൺ ലുക്ക് എന്ന് ഇപ്പോഴുള്ളവരൊക്കെ തീരുമാനിച്ചേക്കുന്നത്. ഇപ്പോഴുള്ളവരല്ല, ഇടയ്ക്കുള്ള തലമുറ ഇങ്ങനെ അതിലേക്ക് കയറിയിട്ടുണ്ട്. മോഡേൺ ലുക്കിൽ വരുന്നതാണെന്ന് പറഞ്ഞത് ഏത് തുണിയില്ലാതെ വരുന്നതിനാണ് ഈ മോഡേൺ ലുക്ക് ആക്കി തീർത്തേക്കുന്നത്. നാട്ടുമ്പുറത്ത് ഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ദാവണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ മിഡിയെ ജീൻസ് അങ്ങനെയൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് മുടിയൊക്കെ ഇച്ചിരി ഷാമ്പൂ ഒക്കെ ഇട്ടൊന്ന് അഴിച്ചിട്ട് ഒരു സ്റ്റൈലിൽ വരുന്നതിനാണ് മോഡേൺ ലുക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല മോഡേൺ ലുക്ക് എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ കാണിക്കാമോ, കാണിക്കാൻ പാടില്ലാത്ത, അതിപ്പോൾ ചിലർ ചോദിക്കും ശരീരത്തിൽ ഏത് ഭാഗമാണ് കാണിക്കാൻ പാടില്ലാത്തതെന്ന്. ഈ ചോദിക്കുന്ന സ്ത്രീകളോട് അല്ലെ പുരുഷന്മാരോട് ഞാൻ ചോദിക്കുന്നു, ശരീരത്തിൽ കാണിക്കാൻ പാടില്ലാത്ത ഭാഗം ഏതാണെന്ന് ചോദിക്കുന്ന നിങ്ങളുടെ ഭാര്യമാരെ ഞാൻ ഈ പറയുന്ന രീതിക്ക് ഡ്രസ്സ് ഇട്ട് നടത്താൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? എവിടെയാണ് കാണിക്കാൻ പാടില്ലാത്തൊരു സ്ത്രീയുടെ ശരീരത്തുള്ളൂ എന്ന് ചോദിക്കുന്നവരാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ മറക്കേണ്ടത് എവിടെയും മറച്ച് തന്നെയാണ് നടക്കേണ്ടത്, അല്ല തുറന്ന് കാണിച്ച് നടക്കുന്ന നല്ല അന്തസ്സ്. പ്രിയങ്ക ശരിക്കും അവിടെ അണ്ണാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. നമ്മൾ പേടിക്കണം. ഇപ്പോൾ ഈ സമൂഹത്തെ പേടിയില്ലാത്തതുകൊണ്ടാണ് കുട്ടികളൊക്കെ നിന്ന് ഈ കഞ്ചാവ് വലിക്കലും ഈ മറ്റു തോന്നിയാസങ്ങളൊക്കെ കാണിക്കുന്നത്. ഈ ഡയലോഗ് അടിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ വിഷയത്തിൽ നിന്ന് വിട്ടു പോകുന്നു. കാരണം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സമൂഹത്തിന്റെ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാണ്. പ്രിയങ്ക പറയുന്നത് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, രേണുസുധീനെ പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഒരു 100 രൂപ പോലും സമയത്ത് 100 പോലും എടുക്കാനില്ലാത്ത സമയത്ത് മോന്റെ ഇതൊക്കെ നോക്കുന്ന ഫ്ലവേഴ്സ് ആണെന്ന് പറയുന്നത്. എനിക്ക് ഇതൊന്നും അറിയില്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പൈസ കുറച്ച് സമീപിച്ച് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഇരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് പരസ്യമായിട്ട്. അപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നതിന് കുറച്ചെങ്കിലും മറുപടി കൊടുക്കണം. ഈ ജനങ്ങളെ കാണിക്കാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ വെറുതെ എവിടെയെങ്കിലും പോയി വിളിച്ചിരുന്ന് ചൂട്ടി പൈസ കിട്ടുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫാമിലിയും കൂടെ അറ്റാച്ച് ചെയ്യണമായിരുന്നു. മക്കളെയും കൊണ്ടുവന്ന് സംസാരിക്കുമോ, അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അയ്യോ അമ്മ എന്താ ഇങ്ങനെ നടക്കണേ എന്നുള്ള ചോദ്യം ചെയ്യാത്ത രീതിയിൽ ഡ്രസ്സിങ്ങിലും കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധിക്കണം. ഞാൻ അവരെ കുറ്റം കുറ്റമല്ല, പക്ഷെ ഞാനൊന്ന് പറഞ്ഞു ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ മക്കളോട്, ഈ വളർന്നു വന്ന മോനോട് അവന്റെ കൂട്ടുകാരന്മാരൊക്കെ ചോദിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പം പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ തന്നെ തുടങ്ങിയപ്പം ഈ ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് പേരാണ് പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ കിട്ടിയത്. എന്തുകൊണ്ടാ ഇവിടെ കാണിക്കുന്നതല്ല, അതിനകത്ത് വേറെ കാണിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ പുള്ളിക്കാരി അതങ്ങ് വെളുപ്പിക്കാൻ നോക്കുവാണ്. 100 രൂപ പോലും കിട്ടുക. സത്യം പറഞ്ഞാൽ പ്രിയങ്ക, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും പ്രിയങ്ക പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നല്ല ഒരു മോശം വാക്കല്ല, നല്ല മാന്യമായിട്ട് അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അവൾക്ക് മതിയായിട്ടില്ല. അവൾ പിന്നെ അടുത്ത കഥയിലേക്ക് വന്നേക്കുവാണ്. അടുത്ത കഥയിലേക്ക് പെയ്ഡ് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കയറുന്ന കാര്യമാണ് അവരെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ആ പറഞ്ഞുകൊണ്ട് വരുന്നത് പ്രിയങ്കയുടെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് അത്രയും ആൾക്കാർ സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയ കാര്യമാണ് പറയുന്നത്. കാര്യം പുള്ളിക്കാരോട് അത്ര സ്നേഹമുള്ളതുകൊണ്ടാണ് അതിലേക്ക് ആൾക്കാർ ചെന്നതാണ് ഈ പുള്ളിക്കാർ പറഞ്ഞ് വരുത്തി വെക്കുന്നത്. അത്രയും ഭയങ്കര സ്നേഹമാണ് ഇത്രയും ആൾക്കാർ ചെന്നത്. ഭയങ്കര സ്നേഹമുണ്ട്, അവരോടുള്ള സഹതാപവും സ്നേഹം കൊണ്ട് ചെന്നെന്നാണ് പറയുന്നത്. പക്ഷേ അതിനുള്ള മറുപടി ഇപ്പോൾ പ്രിയങ്ക നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്. നല്ല കൃത്യമായിട്ടുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് പറയുന്നില്ല. കാര്യം ഇതുപോലുള്ള കുറേ വെളുപ്പിക്ക് ടീംസ് വരും. ഇങ്ങനെയുള്ള മറുപടി അണ്ണാക്കി കൊടുത്താൽ ഇവിടെയൊക്കെ അടഞ്ഞു. ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ഇവരെ പോലുള്ളവരാണ് ഈ രേണുവിനെ ഇത്രയും അവരെ ഇതുപോലെ മനുഷ്യരെ വെറുപ്പിച്ച് വല്ലതാക്കി കളഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒന്നാമത് അവർക്ക് ഒറ്റബുദ്ധിയാണ്. അവർക്ക് ഒന്നിനും ഒരു ബോധം വെളിവില്ലാത്തതാണ് ഒന്നിനെ പറ്റി. അത് സജിനേനെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പറയുക രേണു നിൽക്കുന്നത് ഒരു പട്ടി നിൽക്കുന്നിടത്ത് അതൊരു പശുവാന്ന് പറഞ്ഞാൽ രേണു ആണോ അത് പശുവാണോ? എന്നാൽ പശു ടാറ്റാന്ന് പറയുന്ന സാധനമാണ്. അല്ലാതെ അത് പട്ടിയല്ല, അത് പശുവല്ല പട്ടിയാണെന്ന് തർക്കിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നാണ് സജിനേനെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഒരു ഇത് പറഞ്ഞു കൊടുത്ത് ഇന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ ആണോ എന്നാൽ ശരി ഞാൻ അങ്ങനെ ഒരു മൈൻഡുള്ള വ്യക്തി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പുള്ളിക്കാർ വിചാരിക്കുന്നതെന്നറിയാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അതുകൊണ്ടാണ് അവരുടെ കുടുംബം തകർന്ന് കിച്ചു ഇപ്പോൾ രാവിലെ അല്ലെങ്കിൽ ആ കുടുംബം നല്ല രീതിക്ക് ഒരു പക്ഷേ പോയായിരുന്നില്ല. കിച്ചും രേണുവും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും കിച്ചു ഒരിക്കലും പബ്ലിക്കായിട്ട് വന്ന് രേണുവിനെ മോശക്കാരിയാക്കാൻ നിൽക്കുകയില്ലായിരുന്നു. നമുക്ക് ബാക്കിയോട് പ്രിയങ്ക പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് നല്ലപോലെ അവൾ സംസാരിക്കാൻ പ്രിയങ്ക അവസരം കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ളവരൊക്കെ വേണം ഇവരുടെ അടുത്ത് പറയാനായിട്ട്. സബ്സ്ക്രിപ്ഷൻ കിട്ടിയത് എന്തുകൊണ്ടാ ഇവിടെ കാണിക്കുന്നതല്ല, അതിനകത്ത് വേറെ കാണിക്കുന്നത്. അപ്പൊ ആൾക്കാരത് കയറി നോക്കാൻ വേണ്ടി നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു നോർമൽ ഒരു ആക്ട്രസ് ആയിക്കോട്ടെ, കുറച്ച് ഫീൽഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു സബ്സ്ക്രിപ്ഷൻ ഇട്ടാൽ പോലും എന്ത് കണ്ടന്റ് ഇട്ടാലും അത് കയറി നോക്കിയാലല്ല കണ്ടന്റ് ഉണ്ട് എന്ന് നമുക്ക് അറിയൂ. പക്ഷെ പുള്ളിക്കാരിയുടെ ആ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് വന്നത്. കഷ്ടപ്പെട്ടിട്ട് അന്നിരുന്നേക്കാളും ലെവൽ ഇപ്പത്തിരി പൊസിഷൻ ആയോ? അതെ 100 ആരെയും കൈ നീട്ടണ്ടല്ലോ, വേണ്ടല്ലോ. മക്കളുണ്ടല്ലോ, 2 ആമ്പിള്ളേര്. മക്കൾക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനിത് തുടങ്ങി, ഞാനിപ്പോ ഇരിക്കുന്ന പോലെയല്ല, ഞാൻ കുറച്ച് മാറി ഒന്ന് അപ്പുറത്തോട്ട് പോയി നോക്കിയേ, എനിക്ക് ഇഷ്ടംപോലെ സാമ്പത്തിക പുറത്ത് വന്നുകൊണ്ടേയിരിക്കും ഇല്ലേ? ഞാൻ എന്താ ചെയ്യാത്ത? എന്റെ മോന് ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞു, എന്റെ മോൻ വളർന്നു വരുന്നു, ഞാൻ ഒരു അമ്മയാണ്. അപ്പൊ ആ ഒരു ചിന്ത എന്നും എല്ലാവരുടെ മനസ്സിലും വേണം. ഞാൻ കറക്റ്റ് കാര്യമാണ് അവരെ പറഞ്ഞത്. ഈ പുള്ളിക്കാരി അത് വെളുപ്പിക്കണമെന്നേ ബുദ്ധിമുട്ടിൽ നിന്ന് വന്ന ഇപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി. അവർക്ക് ഇനി പുതിയ വണ്ടി എടുക്കുന്നതിനെ പറ്റി അവർ നല്ല വിലയുള്ള വണ്ടിയാണ് അവർ എടുക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ സ്ഥലം മേടിച്ച് പെര വെക്കുമോ അല്ലെങ്കിൽ സ്ഥലവും പെരയും കൂടെ മേടിക്കുമോ, ഇതിനൊന്നും കുറച്ച് പൈസയൊന്നും പോരാ. 50-100 രൂപയ്ക്ക് മേടിക്കുന്ന ഈ നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ
കടകളുണ്ടല്ലോ, അവിടുന്ന് മേടിക്കുന്ന കാര്യമല്ല അവരെ പറയുന്നത്. ലക്ഷങ്ങൾ മുടക്കി വാങ്ങിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു വീടാണെങ്കിലും നമ്മൾ മേടിച്ചെന്ന് പറഞ്ഞാൽ, അതിപ്പോൾ ലോൺ ആണെന്ന് പറഞ്ഞാൽ നമ്മളത് അടയ്ക്കാനുള്ള വരുമാനം നമ്മുടെ കയ്യിൽ വേണം. ആ ഇതുള്ളത് കൊണ്ടാണ് അവരത് എടുക്കാനായിട്ട് തീരുമാനിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി. അവരിനിപ്പം റെഡി കാശ് കൊടുത്ത് എടുത്താലും അവർ പറയും ഞാൻ ലോൺ ആണെന്നേ പറയുള്ളൂ. എന്നാന്ന് വെച്ചാൽ വീണ്ടും ആൾക്കാരെ സിമ്പതി പിടിച്ചു പറ്റണം. അതിന് വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. അവർ പറഞ്ഞു ആ കാർ അവർ ലോൺ ഇട്ടെടുത്തതാണ് എന്നൊക്കെ അവർ പറഞ്ഞു. ആ കാർ എടുത്തിട്ട് ഇപ്പോൾ അധികം നാൾ പോലും ആയിട്ടില്ല. ഇപ്പോൾ അടുത്ത വണ്ടി അവരെടുക്കുന്നതിനെ പറ്റി അവർ ചർച്ച, അപ്പോൾ അവരുടെ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? ഒന്നുമില്ലാത്തതൊന്നും വന്നെന്ന് പറഞ്ഞുകൊണ്ട് തുണി പറിച്ച് കാണിച്ച് പൈസ ഉണ്ടാക്കലാണോ? ഇവർ കാണിക്കുന്നതിന് കുഴപ്പമില്ല, ഇവരെന്നെ വേണമെങ്കിലും കാണിച്ചോട്ടെ. ഇതുപോലെ കാണിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ, ഒരുപാട് പേരുണ്ട്. പക്ഷേങ്കിൽ ഒരു മനുഷ്യൻ്റെ പേര് മോശമാക്കിയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും അവരുമായിട്ട് നിങ്ങൾക്ക് എന്നെ ബന്ധം നിൽക്കും. ആ ഒരു കലാകാരനെ നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടിരുന്നതാണ്. നമുക്കറിയാൻ പറ്റാത്തൊരു മനുഷ്യനെ നമ്മളത് ശ്രദ്ധിക്കാൻ പോകുകയില്ല. നമ്മളിപ്പോൾ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തൊരു വ്യക്തിയാണ് സുധി എന്നുണ്ടായിരുന്നെങ്കിൽ, ഒരു കലാകാരനല്ലായിരുന്നെങ്കിൽ ഈ രേണു ഇവിടെ കിടന്ന് എന്നാ പേക്കൂത്ത് കാണിച്ചാൽ നമ്മൾ ആരും ഒന്നും പറയാൻ പോകത്തില്ല. കാര്യം എന്നെ എല്ലാം കിടന്ന് കാണിക്കേണ്ടത് നമ്മൾ ആ ഒരു കലാകാരൻ്റെ പേരും പറഞ്ഞാണ് ഇവർ ഫെയിമായി വന്നത്. എന്നിട്ട് ഇവർ കാണിക്കുന്ന തോന്നിവാസങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത്ര ഇതായിട്ട് എതിർക്കുന്നത്. പിന്നെ ഈ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സുധിയുടെ പേര് കൊണ്ട് വന്നുകൊണ്ട് ഒരു സഹതാപത്തോടുകൂടി എല്ലാവർക്കും ഒരു സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആകുന്നുണ്ട്. അതിൽ നിന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ അതിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. മറ്റുള്ളവർ കാണിക്കുന്നതാണ് അതൊന്നും അത്രയും വരുന്നില്ല, പബ്ലിക്കിലേക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് നവാസിന്റെ വൈഫാണ് രഹന. അവളിപ്പോൾ എവിടെയാണെന്നുള്ള അറിയോ? എൻ്റെ അനീതി എനിക്ക് അവരെ കാണാൻ പോകാൻ വിഷമോ, കറക്റ്റ് സങ്കടം എനിക്ക് അവളെ കാണുമ്പോൾ. അന്ന് തന്നെ തിയേറ്ററിൽ വന്നിട്ട് ഞാൻ കണ്ടിട്ട് സങ്കടപ്പെട്ട് എനിക്ക് വിളിച്ച് സംസാരിക്കാനില്ല. അതൊരു ഭാര്യയല്ലേ? അപ്പോൾ ഞാൻ അതുപോലെ ഇരിക്കണമെന്നല്ല, അവർക്ക് സാമ്പത്തികവും കാര്യങ്ങളൊക്കെ നോക്കാൻ ആൾക്കാരുണ്ടാവും. സത്യം വേറെ ആയിരിക്കും, നമുക്കറിയില്ല. ഞാൻ ഈ രേണു സുധിയെ കുറിച്ച് വരുമ്പോൾ കഴിഞ്ഞ തവണ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. എന്താണ് എന്നെ വിളിച്ചു രേണു സുധിയെ? ഞാൻ പറഞ്ഞു ആ കുട്ടി ഭയങ്കരമായ സൗന്ദര്യമായിട്ട് നടക്കുന്ന ഒരാളല്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ മേക്കോവറൊക്കെ ചെയ്ത് ബ്യൂട്ടീഷ്യനും കൊളാബൊക്കെ ചെയ്ത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ പ്രോഗ്രാം ചെയ്യണോ, അത് ചെയ്യുന്നു, ഒക്കെ ശരി. അതാണ് ഞാൻ പറഞ്ഞത്, സെൽഫ് മെയ്ഡ്. ആരും പുഷ് ചെയ്ത് പുള്ളിക്കാരി സ്വന്തമായിട്ട് ഉയർന്നു ഉദ്ഘാടനങ്ങൾ വരെ കിട്ടി തുടങ്ങി. ഇന്നത്തെ കാലത്ത് ഒരു പണിയില്ലാതെ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. സത്യം, നമ്മുടെ ആർട്ടിസ്റ്റൊക്കെ ഒരുപാട് പേരുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഉണ്ട്. ആ സമയത്ത് രേണുവിനെ കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് അവരുടെ കഴിവിന്റെ പരമാവധി കൊണ്ടാണ് അതൊക്കെ ചെയ്ത് 10 പൈസ ഉണ്ടാക്കുന്നത്. അവരുണ്ടാക്കിക്കോട്ടെ. പക്ഷെ അത് നേരെ വണ്ണം കുടുംബം നോക്കാനും കൂടി ആയി, കുടുംബത്തിനെയും ചേർത്ത് പിടിച്ച് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ നോക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ എന്താണ്, കുടുംബം നോക്കാതെയും കൊച്ചിനെ കാണിക്കുന്നില്ല. മോനാണെങ്കിലും ചെറിയ കുട്ടിയാണെങ്കിലും എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും ഇത്ര തിരക്കുണ്ടെങ്കിലും ഏത് ദുബായിലോ അമേരിക്കയിലോ ഒക്കെ പോയിക്കോട്ടെ, ഒരു ദിവസമെങ്കിലും സോഷ്യൽ മീഡിയാസിന്റെ മുമ്പിലാണെങ്കിലും ഇത്രയും നടക്കുന്ന ഒരാൾ പറ്റും എന്നുള്ളൊരു ചിന്ത ആയിരിക്കുമോ ഇവരെ കുട്ടിക്കൊക്കെയുള്ള കുറച്ചുകൂടെ മോഡേൺ ആയിട്ട് വരാൻ അങ്ങനെയുള്ള ഒരു പ്രചോദനം നൽകുന്നത്? അതെ, നമുക്ക് എങ്ങനെയും കാശുണ്ടാക്കാം, ഇല്ലേ? ഏത് രീതിയിൽ വേണമെങ്കിൽ കാശുണ്ടാക്കാം, മാന്യമായിട്ട് ഉണ്ടാക്കാം, മാന്യമല്ലാതെ ഉണ്ടാക്കാം. അത് ഓരോരുത്തർ തിരഞ്ഞെടുക്കുന്ന ചോയ്സാണ്. അവർക്കിപ്പോൾ അങ്ങനെ കിട്ടിയില്ലെന്ന് വെച്ചാൽ വേറെ എന്തിനും ഇങ്ങനെ കാണിച്ച് പൈസ ഉണ്ടാക്കുന്നു? ഇങ്ങനെയുള്ള റീച്ച് കൂട്ടി അതിന് നല്ല അന്തസ്സായിട്ട് ജോലിക്ക് പോയിക്കൂടെ? നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ എന്തിനും നമ്മുടെ ശരീരം പ്രദർശിപ്പിച്ച് അതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല. കാരണം എന്താ അറിയോ, ഇവര് എന്നായാലും കല്യാണം കഴിച്ചാൽ കുഞ്ഞൊക്കെ ഉണ്ടാവില്ലേ, ഈ സാധനമൊക്കെ ഇതിൽ തന്നെ കിടക്കും, മക്കളായിരിക്കും കാണുന്നത്. ആ ഒരു ചിന്തയൊക്കെ നമുക്ക് വേണ്ടേ? ഇത് അവസാനം അവർ പറഞ്ഞേക്കുന്നത് മൊത്തത്തിലുള്ള ഒരു കാര്യമാണ് കേട്ടോ. എല്ലാ സ്ത്രീകളെയും ഇങ്ങനെയുള്ള വേഷങ്ങളിൽ കാണിക്കുന്ന എല്ലാവരും കൂടെയാണ് പറഞ്ഞേക്കുന്നത്. അവസാനം കല്യാണം കഴിച്ച് ഇവരൊക്കെ ജീവിക്കുമ്പോഴും ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയ കിടക്കുമെന്ന് പറഞ്ഞത് മൊത്തത്തിൽ നമ്മുടെ ഈ പൊങ്കാലയുടെ കാര്യങ്ങളും പിന്നെ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണിക്കുന്ന പെണ്ണുങ്ങൾ, ഞാൻ പറഞ്ഞ മോഡേൺ എന്ന് പറഞ്ഞാൽ മറ്റവളിരുന്ന് പറയുന്നത് കേട്ടോ. അവൾ എങ്ങനെ വന്നാലും വെളുപ്പിക്കാൻ നോക്കുക, പക്ഷേ വെളുപ്പിലെല്ലാം ചീറ്റിപ്പോയി. ഈ പറഞ്ഞ് കറക്റ്റാണ്. നവാസിൻ്റെ വൈഫ് രഹന, ഈ സത്യം പറയാം, ആ ഒരു വീഡിയോ ചെയ്യാൻ പോലും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അത്രയ്ക്ക് എനിക്ക് അവരുടെ ഒരു വീഡിയോ, ആ സിനിമ കാണാൻ വന്നപ്പോഴത്തേക്ക് ഉള്ള ഒരു സിറ്റുവേഷൻ, രഹന അതുപോലെ സ്നേഹിച്ചിരുന്നതാണ് മനുഷ്യനെ. അത്രയ്ക്ക് അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. അതേസമയം അവർക്ക് ഇറങ്ങാമല്ലോ. അവരൊരു നടിയും കൂടെ ആയിരുന്നു. അവർ ഈ ഇദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് മുന്നേ അവർ നല്ലൊരു നടിയായിരുന്നു. സിനിമയിൽ അഭിനയിച്ച് വന്നവരാണ്. സിനിമയിലെ നായികയായിട്ട് വന്നൊരു വ്യക്തിയാണ്. അവർക്ക് തന്നെ അവർ സോഷ്യൽ മീഡിയയായിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു വേഷവും കിട്ടുകയില്ലേ, അവർക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ലേ? പക്ഷെ അവർക്കൊരു കാര്യമുണ്ട്, അവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള സാമ്പത്തികം ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെങ്കിൽ അവർ ഇനി അത് ഇല്ലേ പോലും അവർ ഈ മാതിരി കോലം കെട്ടാണ്ട് അവർ ഇറങ്ങിയില്ലായിരുന്നു. അങ്ങനെ സാമ്പത്തികം അവർ ഇല്ലേ പോലും രഹന ഒരിക്കലും അങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങിയില്ലായിരുന്നു. അവർ വേറെ എന്തെങ്കിലും ജോലി ചെയ്തേ കുടുംബം നോക്കത്തുള്ളൂ. അതാ പറഞ്ഞത്, നമ്മൾ ഒരുപാട് ഈ എന്തൊക്കെയോ ആന്നൊരു പാപമാണ്. പിന്നെ പറയുന്നത് തന്നെ വന്നതൊന്നും അല്ല രേണു സുധി. രേണു സുധി എന്നുള്ള പേരിലൂടെ വന്നതാണ്. സുധി എന്നുള്ള പേരിലൂടെ വന്നതാണ്. വേരും രേഷ്മ തങ്കച്ചനാണെങ്കിൽ ഇവർ ഇത്രയും കയറി വരുമായിരുന്നോ? അത് തന്നെ ആരും പറയത്തില്ല. രേഷ്മ തങ്കച്ചൻ എന്നായിരുന്നു ഇവരുടെ പേരെങ്കിൽ ഇവർ ഫസ്റ്റ് ഇതോടുകൂടി തന്നെ ഇവർ ഔട്ടായി പോയായിരുന്നേ. ഇവരൊരിക്കലും കയറി വരികയില്ല. ഇവർ എന്നതെല്ലാം കോപ്പറേയും കാണിച്ചില്ല. പിന്നെ ഇവർക്ക് ചെയ്യാം, ഈ പെയ്ഡ് സബ്സ്ക്രൈബ് ചെയ്ത മാതിരി ആ പരിപാടി ചെയ്ത് വേണേൽ ഇവർ ജീവിക്കുമായിരുന്നു. അതൊരുപാട് പേര് ചെയ്യുന്നുണ്ട്. നിമിഷ വിജയ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ഒരു നിഹാനിയോ അങ്ങനെയാണ് പറഞ്ഞ പുള്ളിക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ കുറേ പേര് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അഞ്ജിത നായർ, ഇങ്ങനെ കുറേ പേര് ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ ആരാണ്ട് മൈൻഡ് ചെയ്യുന്നു. അതുപോലെ ഇവരും പോകും, അത്രയേ ഉള്ളൂ. മൈൻഡ് ചെയ്യുന്നില്ല, റിയാക്ട് ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല, ശരിക്കും റിയാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലൊരു വ്യക്തിയായിട്ട് ഇവരും മാറുള്ളായിരുന്നു. ആ സുധി എന്നുള്ള പേരുള്ളതുകൊണ്ടാണ് ഇവർ ഇത്ര. അല്ലാതെ ഇവർ കഷ്ടപ്പെട്ട് കയറി വന്നൊന്നും ആരും പറയരുതേ, അങ്ങനെയൊക്കെ ആരും പറയാൻ നിൽക്കരുത്.
കാര്യം ഇവർ ഒരു വിധവ, സുധിയുടെ ഭാര്യ എന്നുള്ള ലെവൽ കൊണ്ടാണ് ഇവരെല്ലായിടത്തും കയറിപ്പോയത്. അല്ലാതെ ഇവരൊരു വിധവയായിട്ട് വന്നിരുന്നെങ്കിൽ ഇവരെങ്ങും ഒന്നും കയറുകയില്ലായിരുന്നു. ഇവർ മര്യാദയ്ക്കെങ്കിലും മൂലയ്ക്ക് എന്തെങ്കിലും പണി ചെയ്തെങ്കിൽ ഏതെങ്കിലും തൊഴിലുറപ്പിന് പോയി ഇവർ ജീവിച്ചു പോയായിരുന്നേ. ഇത് ഇൻസ്റ്റയിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്. ഇൻസ്റ്റയിൽ ഒരു മനുഷ്യടക്കുന്നതാണ്. എത്ര പേര് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഇവർ ശരിക്കും നെഗറ്റീവ് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോ പറഞ്ഞത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരാൾ മരണപ്പെട്ടു പോയിട്ട് അവരുടെ ആത്മാവിന് ഒരിക്കലും മോശം കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ നാട്ടുകാർ സുധിയെ പോലും ചീത്ത വിളിക്കുന്ന കാര്യങ്ങൾ വരുന്നത്. എന്നാൽ നമുക്ക് ഈ ഒരു വീഡിയോ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് നമ്മൾക്ക് ഓരോന്ന് എടുക്കുമ്പോണ്ടല്ലോ, നമ്മൾ ഇവരെ ഒന്ന് ഇഷ്ടപ്പെടണമെന്ന് വിചാരിച്ചാൽ പോലും ഇവരുടെ സംസാരം രീതിയും കാണുമ്പോൾ നമ്മൾ വെറുത്ത് തന്നെ പോകും. കാലിന് ആരാധകരുണ്ട്, കാലിനുണ്ട്, മുഖത്തിനുണ്ട്. അല്ലവളെ ഇജല്ല ഈ ഉളുപ്പില്ലാത്ത വർത്താനൊക്കെ ഞാൻ പറയില്ലേ. ഇജല്ല പറഞ്ഞത് സംവിധായകൻ ഇന്ന ലിപ്ലോക്കിനെ വിളിച്ചിനി സംവിധായകന്റെ പേര് വലിയ കൊടുത്തിന് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പോയിട്ട് ഇങ്ങനെയുള്ള വൃത്തിയായിട്ട് സംസാരം, ഇങ്ങനെയുള്ള അല്പവസ്ത്രമൊക്കെ ധരിക്കുന്ന നിന്നെ പിന്നെ പുണ്യാഴ്ചയായിട്ട് അഭിനയിക്കാൻ വിളിക്കും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ തന്നെയാണ് നിന്നെ സമൂഹത്തിനെ നാട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം വൃത്തിയായിട്ട് സംസാരങ്ങളൊക്കെ സംസാരിച്ചിട്ട്. എപ്പോഴും നീ പറയാറുണ്ടല്ലോ, ഞാൻ എന്റെ സുധിച്ചേട്ടന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത്. നിന്റെ സുധിച്ചേട്ടൻ പറയുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വാവേ നീ ഇതുപോലുള്ള വസ്ത്രം ധരിക്കണം, ഇതുപോലെ അഭിനയിക്കണം, ഇതുപോലെ കെട്ടിപ്പുറത്ത് ഉമ്മയ്ക്ക് നടക്കണം, ഇതുപോലെയുള്ള ഓൺലൈൻ മേടിക്കാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ മറുപടി കൊടുക്കണം എന്നൊക്കെ വെറുതെ അല്ല കിച്ചു സുധി എനിക്കെതിരായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം അവന്റെ കൂട്ടുകാർ, ഫാമിലി, മറ്റൊക്കെ ചോദിക്കുന്നുണ്ടാവും നിന്റെ അമ്മ എന്താണ് ഇങ്ങനെ നടക്കുന്നതൊക്കെ. അവരും ഉണ്ടാവില്ല ലേശൊക്കെ ഒരു സമൂഹത്തിലെ ഒരു നിലവിലൊക്കെ. അതൊക്കെ നീ ആയിട്ട് കൊണ്ട് നശിപ്പിക്കുക. ഇനി ഒന്ന് വളർന്നു വരുന്നുണ്ടല്ലോ, ആ ചെക്കന്റെ കാര്യം കൂടെ ഓർക്കണ്ടേ. ഇത്തരം വൃത്തിയുടെ സംസാരം എങ്ങനെയാണ്? പിന്നെ നിന്നോട് എന്തെങ്കിലും ഉപദേശിക്കാൻ അല്പവസ്ത്രത്തിന്റെ കാര്യം പറയണം, കെട്ടിപ്പുറത്ത് ഉമ്മന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അപ്പം പറയും കെട്ടിപ്പുറത്ത് ഉമ്മക്ക് മറ്റുള്ള സിനിമകളിലൂടെ അവരെന്താ നിങ്ങൾ ഒന്നും പറയാത്തത്? അവരെ പറയാത്തത് അവരുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ക്യാബിനിൽ പോകും, അല്ല അവരുടെ ഫ്ലാറ്റ് പോകും, അല്ല അവർ അടങ്ങിയിരിക്കും. നീ അതല്ല ചെയ്യണം. നീ നിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാലും നീ കെട്ടിപ്പുറത്ത് ഉമ്മക്കലും തുടർന്നുകൊണ്ടേ ഇരിക്കും, ഓരോരുത്തർ എടുത്ത് കറക്കലും ഉണ്ടാക്കലും അതൊക്കെ. കാരണം നീ അതിന് നിന്ന് കൊടുക്കുകയാണ്. കാരണം നീ നിന്നെ തന്നെ വൃത്തികെട്ട സ്ത്രീ ആയിക്കാണ്ട് ചിത്രീകരിക്കുകയാണ്. എന്നിട്ട് നിന്നെ ഉപദേശിക്കാൻ നമ്മളെ പോലുള്ള ആളുകളൊക്കെ വരുമ്പോൾ നിന്നെ മൂട് തങ്ങുന്ന കുറെ ആൾക്കാർ ഒരു പറയും ഓ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അതിനും വേണ്ടി ജീവിക്കുക, അത് വിധവല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നീ മൂട് തങ്ങുന്ന ആൾക്കാർ ചെലവിന് കൊടുക്കലുണ്ടോ? ഈ പൊതുസമൂഹത്തിൽ ഒന്ന് ഇത്തരം വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ഇതാക്കുമ്പോൾ അതിനുള്ള മറുപടികളും കൊടുക്കും പല ആളുകളും. അപ്പൊ അതൊക്കെ കേൾക്കാൻ ഈ മൂട് താങ്ങികളെ ഒന്ന് മനസ്സിലാക്കണം. അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. അതും കൂടെ നിങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കാണാൻ പിന്നെ നിങ്ങൾ ബാധ്യസ്ഥരാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മറുപടികളും നിങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. വേറെ ഉൾപ്പില്ലാത്ത വീഡിയോ ഒക്കെ ചെയ്ത് കണ്ട് ഓൾ ഇങ്ങനെ വലിയ സമൂഹത്തിൽ നിലയും വലിയും ആണെന്ന് വിചാരിച്ചാണ് നടക്കുക. എന്ത് ഉപദേശമാണ്, എന്ത് സന്ദേശമാണ്, എന്ത് ഇതിനാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? ഇനി ഒരു കഥ അങ്ങോട്ട് വന്നാണ് എല്ലാം എന്റെ ചുതിച്ചാട്ടിന് വേണ്ടിയിട്ട്, എല്ലാം എന്റെ ചുതിച്ചാട്ടിന് മക്കൾക്കും വേണ്ടിയിട്ടാണ്. ഓപ്പ് പറഞ്ഞ് കറക്റ്റാണ്. ഇത് പറയാൻ പലരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതൊക്കെ പറഞ്ഞത്. കറക്റ്റാണ്. പിന്നെ ഈ മൂട് തങ്ങിയുടെ ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതുങ്ങൾ എങ്ങനെയും ജീവിച്ചോട്ടെ, പാവങ്ങൾ എങ്ങനെയും കഷ്ടം, അവരെങ്ങനെയും ജീവിച്ചു പോട്ടെ, എങ്ങനെയും ജീവിച്ചു പോട്ടെ. തരാ ഇത് പൊതുസമൂഹത്തിന് ശല്യമായിട്ടല്ല വരേണ്ടത്. അങ്ങനെ എങ്ങനെയും ജീവിച്ചു പോട്ടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലവിന് കൊടുക്കുക അവർക്ക് എന്നാണ് ഞാൻ പറയുന്നത്. അവരെങ്ങനെയും ജീവിപ്പിക്കാതെ നിങ്ങൾ അവരായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അവർക്ക് ചിലവിന് കൊടുക്കുക, ഈ മൂട് താങ്ങി വരുന്നവരൊക്കെ. അല്ലാതെ വേറെ ഒരു മറുപടിയില്ല. ഇതുപോലെ ഒരുപാട് കള്ളത്തരങ്ങൾ വീണ്ടും ഇനി സോഷ്യൽ മീഡിയ കൊണ്ടുവന്നത് ഇതുപോലെ തന്നെ പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും. ഡാനിസത്തിനെയും അതുലിനെയും കൂടെ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നല്ല കണക്കിന് അതിൽ കൊടുക്കുന്നുണ്ട്. അതിലല്ല ഡാനിസത്തിൻ്റെയും കണ്ട് അതുലിൻ്റെ വീഡിയോ കണ്ടില്ല. ഡാനിസത്തിയും കൊടുക്കുന്നുണ്ട്, ഷെബീന ബിബി കൊടുക്കുന്നുണ്ട്, ഡാനിസത്തിയും കൊടുക്കുന്നുണ്ട്, അതിൽ കൊടുക്കുന്നുണ്ട്, മനു ഇടയ്ക്ക് കൊടുത്തു. ഇങ്ങനെ എല്ലാവരും വാരി കൊടുക്കുന്നുണ്ട്. എന്നാലും ഇവരുടെ കൂട്ടർക്ക് നാണമില്ലെന്നുള്ളതാണ്. റിയാക്ഷൻ മീഡിയക്കാർക്ക് നാണമില്ലെന്നാണ് പറയുന്നത്. റിയാക്ഷൻ മീഡിയക്കാർക്ക് അതാണ് പറയുന്നത്. റിയാക്ഷൻ മീഡിയക്കാർ കാണിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്, ഇല്ലാത്ത കാര്യങ്ങളല്ല പറയുന്നത്. എന്നിട്ട് അവർക്ക് നാണമില്ല. ഈ കാണിക്കുന്നവർക്ക് ഭയങ്കര നാണമാണല്ലോ. അതുകൊണ്ട് അതില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറയുകയും ചെയ്യുന്നത്. എന്നാണേലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.